ചില ലോകകപ്പുകൾ ചില ഇതിഹാസങ്ങളുടെ നാമത്തിൽ കാൽപന്ത് ചരിത്രത്തിൽ എഴുതപ്പെടാറുണ്ട്. 1958 പെലെയുടെ ലോകകപ്പായിരുന്നു. 1986 മറഡോണയുടെ ലോകകപ്പായിരുന്നു. 2022 ആകട്ടെ അത് ലയണൽ മെസ്സിയുടെ ലോകകപ്പായിരുന്നു. അപ്പോൾ 2026 ലോക ഫുട്ബോളിലെ കോടിക്കണക്കിന് ആരാധകർ വലിയൊരു പ്രതീക്ഷയോടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ലോകകപ്പായിരുന്നു. ലോക ഫുട്ബോളിലെ ഏറ്റവും വലിയ ഐതിഹാസിക കരിയറുകൾ ഒന്നിന് സമ്പൂർണ്ണത നൽകാൻ പോർച്ചുഗലിന് കഴിയുമോ? ഈ ചോദ്യങ്ങൾ വെറും വികാരങ്ങളുടെ മാത്രമല്ല. കാരണം മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പോർച്ചുഗൽ റൊണാൾഡോയെ മാത്രം ആശ്രയിക്കുന്ന ടീമല്ല ഇക്കുറി. അവർ ലോകകപ്പ് നേടാൻ കഴിവുള്ള ഒരു സമ്പൂർണ്ണ സ്ക്വാഡാണ്. ലോകകപ്പിന് ശേഷം പോർച്ചുഗൽ ഫുട്ബോളിലുണ്ടായ നിർണായകമായ ചില മാറ്റങ്ങളിൽ വലിയ പ്രതീക്ഷയാണ് ആരാധകർക്കുള്ളത്. ഫെർണാണ്ടോ സാന്റോസിന് പകരം റോബർട്ടോ മാർട്ടിനസിനെ പരിശീലകനായി നിയമിച്ചതാണ് ഇതിൽ ഏറ്റവും നിർണായകം. ഈ തീരുമാനം പോർച്ചുഗലിന്റെ കളിശൈലി അടിമുടി മാറ്റിമറിച്ചു. സാന്റോസിന്റെ കീഴിൽ പോർച്ചുഗൽ പലപ്പോഴും പ്രതിരോധാത്മകമായിരുന്നു. എന്നാൽ മാർട്ടിനസിന്റെ കീഴിൽ അവർ ആക്രമണാത്മകമായി. പന്ത് കൈവശം വയ്ക്കുക, മൈതാനം മുഴുവൻ ഉപയോഗിക്കുക, ഫുൾ ബാക്കുകളെ ആക്രമണത്തിൽ ഉൾപ്പെടുത്തുക, മിഡ്ഫീൽഡിൽ സാങ്കേതിക മികവ് ഉപയോഗിക്കുക, ഇവയൊക്കെയാണ് പോർച്ചുഗലിന്റെ പുതിയ അടയാളങ്ങൾ. യൂറോ 2024 യോഗ്യതാ മത്സരങ്ങളിൽ പോർച്ചുഗൽ അതിശക്തമായ പ്രകടനമാണ് കാഴ്ചവെച്ചത്. അവർ നിരവധി മത്സരങ്ങൾ വിജയിക്കുകയും തങ്ങളുടെ ആക്രമണശേഷി തെളിയിക്കുകയും ചെയ്തിരുന്നു. അതേസമയം വലിയ ടീമുകൾക്കെതിരെ എങ്ങനെ പ്രതികരിക്കും എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ വില മതിക്കപ്പെടുന്ന ഗോൾ കീപ്പർമാരിൽ ഒരാളായ ഡിയാഗോ കോസ്റ്റയാണ് പറങ്കിക്കോട്ടയുടെ കാവലാൾ. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി ഷോട്ട് സ്റ്റോപ്പിംഗ് മാത്രമല്ല, അദ്ദേഹം ഒരു പ്ലേ മേക്കർ കൂടിയാണ്. ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങളിൽ പെനാൽറ്റി ഷൂട്ടൌട്ടുകൾ എപ്പോഴും നിർണായകമാണ്. അവിടെ ഡിയാഗോ കോസ്റ്റ പോർച്ചുഗലിന്റെ വലിയ ആയുധമാകും. റൂബൻ ഡയസിന്റെ സാമ്രാജ്യമാണ് പറങ്കി പ്രതിരോധത്തിന്റെ കരുത്ത്. അദ്ദേഹം വെറും സെന്റർ ബാക്ക് അല്ല, അയാൾ പറങ്കിപ്പടയുടെ പ്രതിരോധത്തിന്റെ തന്നെ കമാൻഡറാണ്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ വർഷങ്ങളോളം ഉയർന്ന സമ്മർദ്ദമുള്ള മത്സരങ്ങൾ കളിച്ച അനുഭവം അദ്ദേഹത്തിനുണ്ട്. അയാൾക്ക് ചുറ്റും ഗോൺസാലോ ഇന്നാസിയോ, ആന്റോണിയോ സിൽവ, ഡിയാഗോ ഡാലോട്ട്, ജോവോ കാൻസെലോ, ന്യൂനോ മെൻഡസ്, അങ്ങനെ അതിശക്തമായ പട. പ്രത്യേകിച്ച് ന്യൂനോ മെൻഡസ് ലോകത്തിലെ ഏറ്റവും മികച്ച ലെഫ്റ്റ് ബാക്കുകളിൽ ഒരാളായി ഇന്ന് വിലയിരുത്തപ്പെടുന്നു. വേഗം, സാങ്കേതിക മികവ്, ശാരീരിക ശക്തി, ആക്രമണ മനോഭാവം, ആധുനിക ഫുൾ ബാക്കിന് വേണ്ട അങ്ങനെ എല്ലാ ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ട്. 2026 ലോകകപ്പിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡുകളിൽ ഒന്നാണ് പോർച്ചുഗലിന്റെ മധ്യനിര. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റിന്യ, ജോവൻ നെവസ്, അങ്ങനെ ഇവർ ചേർന്നുണ്ടാക്കുന്ന സന്തുലിതാവസ്ഥ അത്ഭുതകരമാണ്. ബ്രൂണോ അവസരങ്ങൾ സൃഷ്ടിക്കും, ബെർണാഡോ സമ്മർദ്ദത്തിൽ നിന്നും രക്ഷപ്പെടുത്തും, വിറ്റിന്യ കളിയുടെ വേഗത നിയന്ത്രിക്കും, ജോവൻ നെവസ് എതിരാളികളെ ശ്വാസം മുട്ടിക്കും. ലോകകപ്പിൽ പല ടീമുകൾക്കും മികച്ച ആക്രമണമുണ്ട്, പലർക്കും മികച്ച പ്രതിരോധമുണ്ട്. പക്ഷേ ഇത്തരമൊരു സമ്പൂർണ്ണ മിഡ്ഫീൽഡ് വളരെ കുറച്ച് ടീമുകൾക്ക് മാത്രമാണുള്ളത്. ഇതാണ് പോർച്ചുഗലിനെ കരുത്തുറ്റ സൈന്യമാക്കുന്നത്. റാഫേൽ ലിയാവോ മത്സരങ്ങൾ ഒറ്റയ്ക്ക് മാറ്റാനും നിയന്ത്രിക്കാനും കഴിവുള്ള താരമാണ്. വ്യക്തിഗത മികവ് കൊണ്ട് കളി ജയിപ്പിക്കാനും അദ്ദേഹത്തിന് കഴിയും. ഫ്രാൻസ് എംബാപ്പയെ ആശ്രയിക്കുന്നത് പോലെ, ബ്രസീൽ വിനീഷ്യസിനെ ആശ്രയിക്കുന്നത് പോലെ പോർച്ചുഗൽ ചില ഘട്ടങ്ങളിൽ ലിയാവോയെ ആശ്രയിക്കും. അദ്ദേഹത്തിന്റെ സ്ഥിരത മാത്രമാണ് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം. മുൻകാലങ്ങളിൽ പോർച്ചുഗലിന്റെ ആദ്യ 11 മാത്രമായിരുന്നു ശക്തം. ഇന്ന് ബെഞ്ചും അതിശക്തമാണ്. ഒരു മത്സരം ജയിക്കാൻ പല വഴികളുണ്ട്. പന്ത് കൈവശം വെച്ച് ജയിക്കാം, കൗണ്ടർ അറ്റാക്കിലൂടെ ജയിക്കാം, സെറ്റ് പീസുകളിൽ ജയിക്കാം, വ്യക്തിഗത മികവിലൂടെ ജയിക്കാം. ഈ വൈവിധ്യമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പോർച്ചുഗലിന്റെ ഇന്നത്തെ നിര. ഒപ്പം റൊണാൾഡോ എന്ന ഇതിഹാസവും. പോർച്ചുഗലിന്റെ ഏറ്റവും വലിയ ദൗർബല്യം ലോകകപ്പ് ജയിക്കാൻ കഴിവുള്ള ടീമാണെങ്കിലും പോർച്ചുഗൽ പൂർണ്ണമല്ല. അവരുടെ പ്രധാന പ്രശ്നം ചിലപ്പോൾ അതിര് കടന്ന നിയന്ത്രണങ്ങളാണ്. വളരെ കൂടുതൽ പാസുകൾ, വളരെ കൂടുതൽ പേഷ്യൻസ്, വളരെ കുറച്ച് നേരിട്ടുള്ള അറ്റാക്ക്, ഇതൊക്കെ ഫ്രാൻസ്, അർജന്റീന, സ്പെയിൻ തുടങ്ങിയ ടീമുകൾക്കെതിരെ വളരെ അപകടകരമാണ്. ഫ്രാൻസ്, സ്പെയിൻ, അർജന്റീന തുടങ്ങിയ ടീമുകൾക്കൊപ്പം മുൻനിരയിൽ തന്നെ ഇക്കുറി പോർച്ചുഗലുണ്ട്. 2026 ലോകകപ്പ് പോർച്ചുഗലിന് ഒരു ടൂർണമെന്റ് മാത്രമല്ല, അതൊരു തലമുറയുടെ പരീക്ഷണം കൂടിയാണ്. ബ്രൂണോ ഫെർണാണ്ടസ്, ബെർണാഡോ സിൽവ, വിറ്റിന്യ, ജോവോ നെവസ്, റാഫേൽ ലിയാവോ, ന്യൂനോ മെൻഡസ്, റൂബൻ ഡയസ്, ഇവരൊക്കെ ഇനി ഭാവിയുടെ താരങ്ങളല്ല. ഇവരാണ് ഇന്നത്തെ പോർച്ചുഗൽ. അവർക്കൊപ്പമുള്ള ഒരാൾ മാത്രം ഭൂതകാലത്തെയും വർത്തമാനത്തെയും ബന്ധിപ്പിക്കുന്നു: ക്രിസ്ത്യാനോ റൊണാൾഡോ. അയാൾക്കായി ചരിത്രം കുറിക്കാൻ പറങ്കിപ്പട ഒരുങ്ങുകയാണ്.